40s കടന്നിട്ടിരിക്കുക. നമ്മുടെ സൂര്യൻ പടിഞ്ഞാറോട്ടൊക്കെ അസ്തമിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇവിടെയും നമ്മൾക്ക് സന്തോഷിക്കാൻ മരണഭയം നമ്മളെ പിടികൂടരുത്. വെടിക്കെട്ടിന് തിരികൊളുത്തി കഴിഞ്ഞു. ദൃശ്യങ്ങളിലേക്ക് കൈതോല പായ വിരിച്ചേ പായേലൊരു പറ നെല്ല് പൊലിച്ചേ കാതുകുത്താനെപ്പ വരും നിന്നമ്മവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്നമ്മവന്മാര് പൊന്നേ ഓ കൈതോല പായ വിരിച്ചു പായേലൊരു പറ നെല്ല് പൊലിച്ചു കാതുകുത്താനെപ്പ വരും നിന്നമ്മവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്നമ്മവന്മാര് പൊന്നോ തങ്ങാടി ഷാപ്പിൽ കേറി ഷാപ്പിൽ കേറി കള്ള നിറയെ കള്ള് കുടിച്ച് ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ള് കുടിച്ച് ആടിയാടിയപ്പ വരും നിന്റങ്ങളമാര് പൊന്നേ ആടിയാടിയപ്പ വരും നിന്റങ്ങളമാര് പൊന്നേ ആടിയാടിയപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നോ ആടിയാടിയപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നോ പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് ആടിയാടിയപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നോ ആടിയാടിയപ്പ വരും നിന്റെ അമ്മവന്മാര് കാലം നാലിക്കുരുക്ക് കണ്ണിന് വൃത്തിയായിട്ട് അക്ഷരസ്ഫുടതയോടെ പാടണം. വാസി വാണിടും കാലം പായണ്ട് കുതിര അന്തേവാസി വാണിടും കാലം നാട്ടിലൊക്കെ പായണ്ട് കുതിര മീന വിക്കണ പെണ്ണിന്റെ പേര് മീന മീന വിക്കണ പെണ്ണിന്റെ പേര് മീന മീന വിക്കണ മീന് വേണമ്മ മീന വിക്കണ മീന വേണമ്മ മീന വിക്കണ മീന വേണമ്മ മീന വിക്കണ മീന് വേണമ്മ അന്തേവാസി വാണിടും കാലം നാട്ടിലൊക്കെ പായണ്ട് കുതിര സൂചി വിക്കണ പെണ്ണിന്റെ പേര് സൂസി സൂചി വിക്കണ പെണ്ണിന്റെ പേര് സൂസി സൂസി വിക്കണ സൂചി വേണമ്മ സൂചി വിക്കണ സൂസി വേണമ്മ അന്തേവാസി വാണിട്ട് കാലം നാട്ടിലൊക്കെ പായണ്ട് കുതിര ആണി വിക്കണ പെണ്ണിന്റെ പേര് ആണി ആണി വിക്കണ പെണ്ണിന്റെ പേര് ആണി ആണി വിക്കണ ആണി വേണമ്മ ആണി വിക്കണ ആണി വേണമ്മ അന്തേവാസി കാലം നാട്ടിലൊക്കെ പായണ്ട് കുതിര സ്വീറ്റ് വിക്കണ പെണ്ണിന്റെ പേര് സ്വീറ്റ് സ്വീറ്റ് വിക്കണ പെണ്ണിന്റെ പേര് സ്വീറ്റ് സ്വീറ്റ് വിക്കണ സ്വീറ്റ് വേണമ്മ സ്വീറ്റ് വിക്കണ സ്വീറ്റ് വേണമ്മ അന്തേവാസി 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 വാണിട്ട് കാലം നാട്ടിൽ കുതിര അന്തേവാസി 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 വാണിട്ട് നാട്ടിലൊക്കെ പാടുന്ന കുതിര
പായിടാ മത്സരപ്രിയാവൂലേ പായില്ലെങ്കിൽ എന്റെ വീട്ടിൽ വരും കേട്ടോ വീട്ടിൽ വരും വീട്ടിൽ വരും തതാണ് സത്യം വീട്ടിൽ വരും ഇത് വീഡിയോ ആണ് പുള്ളിക്കാത്ത പറ്റത് കേട്ടില്ല ഈ പുഞ്ചിരിതൻ പകടവില്ല ഒന്ന് വന്നു കൂട്ടിയിരുന്നു ഒന്നും മിണ്ടിയില്ല കണ്ടു കണ്ടില്ല കേട്ടില്ല ചിരിയുടൻ
दिल के सब यार अपने सबके दिलों में अरमाए हैं. ഈ ഒരു ഗെറ്റുഗദറിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൂടെ അജിക്ക് കൊടുക്കാം. കാരണം കഴിഞ്ഞൊരു 24-ാം തീയതി ബിൽജു വന്നപ്പോ അവര് പറയുന്നുണ്ട് നമുക്കൊരു ഗെറ്റുഗദർ വേണം. അവനൊരു വാട്സാപ്പിൽ ഒരു ബ്ലാക്ക് ഡ്രൈവറിന്റെ ഫോട്ടോ ഒക്കെ വെച്ചു. പിന്നെ നമുക്ക് വിസ്കി സ്കോച്ച് നമ്മൾക്ക് അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ അന്ന് അവിടെ കൂടിയതും എനിക്ക് എന്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് പ്രശ്നമാണ്. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ആരും വിളിക്കാനോ ഒന്നും ഞാൻ അന്നത്തെ പാർട്ടിക്ക് പറഞ്ഞു എല്ലാരും വിളിക്കും. ഇതിനാണെങ്കിലും അജിയായിരുന്നു എന്നെ ഇങ്ങനെ അജി ഇപ്പൊ അന്നത്തെ പാർട്ടി ആയിട്ട് അജി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഉഴപ്പിയാണ് കഴിഞ്ഞ ആഴ്ച ഫൈനലൈസ് ചെയ്തത്. അപ്പൊ അതില് നമ്മൾ അജിയുടെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് ഇത്രയും കുറച്ചെങ്കിലും സക്സസ് ആയത്. പക്ഷെ ഇതിന് വേറൊരു കാര്യം, എന്ത് പാർട്ടി വന്നാലും ഈ പറഞ്ഞ മനോജും ക്രിസ്റ്റോയും ഞാനും ഈ 3 പേരെ എല്ലാത്തിനും ചെണ്ടപ്പുറത്ത് പോലുള്ള ഈ 3 പേര്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ദുബായിൽ നിന്ന് വരുമ്പോ അജി ഉണ്ടാവും, തോമസ് ഉണ്ടാവും, അങ്ങനെ 3-4 പേര്. അപ്പൊ ഗിറ്റ്സി കുറച്ച് നാളായിട്ട് എക്സ്ക്യൂസ് ഒന്നും ഇല്ലാണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതന്നെ നോക്കാൻ പറ്റും. ഗിറ്റ്സിക്ക് ആദ്യമൊക്കെ പാർട്ടിക്ക് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇല്ലെന്ന് ഗിറ്റ്സി മനപ്പൂർവ്വം ഒരുപാട് പാർട്ടിന്ന് ഉറപ്പി പോയിട്ടുണ്ട്. ഇല്ലാന്ന് ഗിറ്റ്സിന്റെ മോശം പറയാം. അവൻ വെറും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പല പാർട്ടിന്ന് ഒഴിവായി. ഈ പാർട്ടിക്ക് വന്നത് വളരെ സന്തോഷമുണ്ട്. കഞ്ചാവലിക്കാൻ പറ്റി. അത് പക്ഷെ വാട്സാപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് MC-യോട് 2 തെറി പറയാനുണ്ടായിരുന്നു. MC അജി എന്നോട് പറഞ്ഞു MC റിസോർട്ടിലോട്ട് വരുന്നത്. അന്ന് അപ്പൊ തന്നെ അജിയോട് ഞാൻ പറഞ്ഞു MC വരണം. ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് മാത്രം ഓക്കെ. നമ്മുടെ ഈ എന്താ മെയ് 12-ാം തീയതി ഇതൊരു മെമ്മറബിൾ ഡേ ആണ്. ഇന്നത്തെ 11 അവസാനിച്ച ഈ ഒരു ബൃഹത്തായ ഒരു ഗെറ്റ് ടുഗദർ കുറച്ചുപേരുണ്ടെങ്കിൽ കൂടി അത് വളരെ നല്ല അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും ബിസിനസ്സും സ്വന്തം വർക്കുകളുമായിട്ട് ഇങ്ങനെ കറങ്ങി സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും പൈസയുടെ ഉള്ള ആക്രാന്തം മൂത്തും നമ്മളിങ്ങനെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഞാൻ ആരെയും തെറ്റ് പറയുന്നില്ല, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാഗിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലൈസ്ഡ് കൺട്രിയുടെ ഒരു സ്വഭാവമാണത്. അതിന്റെ ഭാഗമായി മനുഷ്യൻ എല്ലായിടത്തേക്കും ഓട്ടത്തിലാണ്. അതിന്റെ ഒരു യുദ്ധമാണ് എന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീ അജിത്. അപ്പോ അങ്ങനെയുള്ള സമയത്തും ഇത്ര സമയം ഓൾമോസ്റ്റ് 24 hours, 24 അല്ല ഒരു 36 hours നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഒരു മാറ്റിവെക്കുകയാണ് നമ്മുടെ ജീവിതത്തില്. കുടുംബമായിട്ടും വേറെയുള്ള എല്ലാ ലേബിലിറ്റീസും മാറിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്യണം. പൈസ മാത്രമല്ല, സന്തോഷം വേണം. അതും സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ബിസിനസ്സുകാരെ കണ്ട് കൂടെ വൈകുന്നേരം ചിയേഴ്സ് പറഞ്ഞു പോകുന്ന സൗഹൃദമല്ല ഇത്. ഒന്നുമില്ലായ്മയിൽ നമുക്കുണ്ടായിരുന്ന സൗഹൃദമാണിത്. ഒന്നുമില്ലായിരുന്നപ്പോ വീട്ടുകാരെന്ന് പാലമുറ്റം സിനി ഹൗസിലും ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടുതൽ സുദൃഢമായിട്ട് വീണ്ടും വരണമെന്നും എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവരും ഇനിയും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതേപോലെ ഒരു ടീം. സത്യമായ വിപിൻ, താങ്ക് യു. വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഏറ്റവും ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്ത മിസ്റ്റർ വിപിൻ ആന്റണി. ഈ പാർട്ടി നടത്തുവാൻ ഏറ്റവും കാരണക്കാരനായ ക്യാമറമാൻ അല്ല അജിത് ഫ്രം ദുബായ്. വളരെ തിരക്കുപിടിച്ച മനുഷ്യനാണ് ദുബായിൽ. നമുക്ക് വേണ്ടി, നമ്മുടെ സൗഹൃദത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ ഒരു നല്ലൊരു 2 days നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു.
അങ്ങനെ വളരെ വളരെ നമ്മളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഓക്കെ, ദെൻ താങ്ക്സ് ഫോർ എവറിത്തിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയുടെ വിജയത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടാകരുത്. ഞാൻ എന്തൊരു കർമ്മം എന്ന് പറഞ്ഞാൽ വിളിക്കുക, എല്ലാവരും വിളിച്ച് കൂട്ടുക എന്നായിരുന്നു. അത് കുറെ പേര് വരാന്ന് പറഞ്ഞു, പിന്നെ വന്നില്ല. പലരും ചിലപ്പോ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊന്നും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയത്. ഈ ഒരു കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. പിന്നെ എല്ലാരും ഐ തിങ്ക് യു പീപ്പിൾ എൻജോയ് വെരി വെൽ കരോക്കെ സോങ്സ്. എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു തോന്നുന്നു. ബട്ട് എല്ലാരും നന്നായിട്ട് ചെയ്തു. ഇത് നല്ലൊരു കൂട്ടായ്മയാണ്. നമുക്ക് എല്ലാവരും ഓരോന്ന് വീട്ടിലേക്ക് വാങ്ങിക്കുക. അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ ഇൻ ഫ്യൂച്ചറിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമുക്ക് ഇത് ആഡ് ചെയ്യാം. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാരം മാത്രമല്ല, എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം വേണമല്ലോ. ഗെയിംസ് അല്ലെ, ഗെയിംസ്, സോങ് എല്ലാം വേണം. അപ്പൊ അത് വിപ്പിന് അതുപോലെ തന്നെ നമ്മുടെ അജിത്ത് എല്ലാം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ്. അജയ് താങ്ക്സ്, വിപിൻ താങ്ക്സ്, അലോഷ്യസ് താങ്ക്സ്, മനോജ്. അപ്പൊ എനിക്കില്ലേ, ഞങ്ങളൊക്കെ രണ്ട് നിധി ബാലചന്ദ്രനും കൂടി എനിക്കൊന്നും പറയാത്തോണ്ട് ഞാൻ 40s കടന്നിട്ടിരിക്കുക. നമ്മുടെ സൂര്യൻ പടിഞ്ഞാറോട്ടേക്ക് അസ്തമിച്ചോണ്ടിരിക്കുക. വന്നു തുടങ്ങി. മരണം എത്തുന്നതായിരുന്നു. സൂര്യൻ, നമ്മുടെ സൂര്യൻ പടിഞ്ഞാറായിട്ട് മരണത്തിന്റെ ലക്ഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെയും നമുക്ക് സന്തോഷിക്കാൻ മരണഭയം നമ്മളെ പിടികൂടരുത്. മരണഭയം നമ്മള് ഉൾക്കൊള്ളാൻ 2 മിനിറ്റേ ഉള്ളൂ. 120 സെക്കൻഡ്സ്. എനിക്ക് ഇടപെടരുത്. 2 മിനിറ്റ്. ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആരാണെങ്കിലും, കാരണം എന്താ വെച്ചാൽ ഇന്നലെ എനിക്ക് വരാനായിട്ട് യാതൊരു മനസ്സുമില്ലായിരുന്നു. ഇന്നലെ ഭാര്യയല്ല, എനിക്ക് മടിയായിട്ട് വരേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് എന്റെ ഉൾവിളി ഉണ്ടായിരുന്നു. ഇത് വന്നില്ലെങ്കിൽ കള്ളല്ല, കുടിയല്ല ജീവിതം. ഇത് എനിക്ക് വരണമെന്ന് തോന്നിയെന്ന് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തവരെ ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അത് വേണം. അത് ഒരു എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൂട്ടായ്മയിൽ മാത്രമായിരിക്കും അക്യുനാസ് കോളേജിൽ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ നടക്കുന്നത്. വേറെ ഒരിടത്തും നടക്കുന്നില്ലായിരിക്കും. 3rd ഗ്രൂപ്പ് ഉണ്ടാകും, 4th ഗ്രൂപ്പ് ഉണ്ടാകും. പക്ഷെ ഇവിടെ മനോജും വിപിനും അജിത്തൊക്കെ കാണിക്കുന്ന അതിനോട് നമ്മൾ യോജിക്കുന്നു. ഇത് വേണം. ഈ കൂട്ടായ്മ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇത് വേണം. നന്ദി, നമസ്കാരം.